ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഈ പച്ചമീനൊക്കെ മേടിച്ചിട്ട് നമുക്കൊരു ഉണക്കമീൻ ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവില്ലേ, വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പച്ചമീനൊക്കെ മേടിച്ചിട്ട് ഉണക്കലാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഈ ഒരു മീനാണ് എടുക്കുന്നത്. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് തലീക്കല്ലം മീനാണ്. ഇതിൻ്റെ തലേൻ്റെ ഉള്ളിലൊരു കല്ലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു മീനാണ് കേട്ടോ. അപ്പം നമുക്ക് അയിലയോ മത്തിയോ എന്താണെങ്കിലും അതുപോലെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ ഇതൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ചെളുക്കൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ അങ്ങോട്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഉള്ളിൽ ഉപ്പ് നിറക്കണം കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഈ പാത്രത്തേക്ക് കുറച്ച് ഉപ്പ് നമ്മൾ അടിയിൽ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെയിലത്ത് വെച്ചിട്ടൊന്നും അല്ല കേട്ടോ അത് ഉണ്ടാക്കുന്നത്, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഉപ്പ് നല്ലോണം നിറച്ച് കൊടുക്കണം കേട്ടോ. പ്രത്യേകിച്ച് മഴക്കാലമാണല്ലോ, ഉപ്പ് നല്ലോണം ഇട്ടെങ്കിൽ തന്നെ ഉള്ളൂ മീൻ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഉണക്ക മീൻ ആയി കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ വെയിലുള്ള സമയത്താണെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഇത് ഉണക്കിയെടുക്കാം. വെയിലത്താകുമ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം വെച്ചാൽ തന്നെ നല്ലോണം ഉണങ്ങി കിട്ടും കേട്ടോ. അതുപോലെ നല്ലോണം ഉപ്പ് നിറക്കണം കേട്ടോ. നല്ല കല്ലുപ്പ് നല്ലോണം നിറച്ചിട്ട് അടിയിൽ നമ്മൾ ഉപ്പ് ഇങ്ങനെ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഉപ്പ് നിറച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കണം ആദ്യം. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണക്കമീൻ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചതിനേക്കാൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് വിശ്വസിച്ച് നല്ലത് തിന്നാനും പറ്റും. അപ്പോൾ അതുപോലെ അങ്ങോട്ട് ആദ്യം തന്നെ ഒരു അടുക്ക് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും മേലെ അതിൻ്റെ കുറച്ച് നല്ലോണം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അധികം ആൾക്കാരും ഇങ്ങനെ ഉണക്കമീൻ ഉണ്ടാക്കുന്നുണ്ടാവുമല്ലേ. അപ്പോൾ ഇങ്ങനെ വീണ്ടും അതുപോലെ നല്ലോണം ഉപ്പ് മീൻ നല്ലോണം മൂടി നിൽക്കുന്ന വിധത്തിൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് നിരത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ അടുത്തത് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് അതിൻ്റെ മേലേക്ക് നല്ലോണം ഉപ്പിട്ട് കൊടുക്കുക. ഇതുപോലെ അങ്ങോട്ട് എല്ലാം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് മൂടി വെക്കട്ടോ. മൂടി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഞാൻ 2 ദിവസമാണ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഊറി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ വെള്ളം നമുക്ക് ആദ്യം ഒന്ന് ഊറ്റി കളഞ്ഞ് എടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞെടുത്തതിന് ശേഷം പിന്നെ ഒരാഴ്ച 8 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങോട്ട് ആയിട്ടുണ്ട്. ആദ്യം 2 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഫ്രിഡ്ജിൽ തന്നെ ഒരു 5-8 ദിവസം വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉണക്കമീൻ ഇതുപോലെ അങ്ങോട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് ഉണക്കമീനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഉണക്കമീൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് ബാക്കി വീണ്ടും ഫ്രിഡ്ജിലേക്ക് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അതിന് ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഉപ്പ് ഇട്ടതാണല്ലോ, ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കഞ്ഞിവെള്ളത്തിൻ്റെ തെളി കുറച്ച് ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം വെച്ചാൽ തന്നെ നല്ലോണം ഉപ്പ് പോയി കിട്ടും കേട്ടോ. നമ്മളെ ഉണക്കമീൻ അതുപോലെ അങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഉണക്കമീൻ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണക്കമീനക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കറിയൊന്നുമല്ല കേട്ടോ, നമ്മൾ രസമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാർ അങ്ങോട്ട് എടുത്തിട്ട് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു 1-1.5 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം അതേ അളവിൽ തന്നെ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെറൈറ്റി ഒരു രസമാണ് കേട്ടോ. കുറച്ച് ഉലുവ, കൂടുതലൊന്നും വേണ്ട കേട്ടോ, ഉലുവ കുറച്ച് മാത്രം മതി. അപ്പോൾ ആ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സമയത്ത് ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അതുപോലെ അങ്ങനെ ചെറിയൊരു തരിയായിട്ട് നല്ലോണം പൊടിച്ചെടുക്കരുത്, ചെറിയൊരു തരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 2 കഷ്ണം ഇഞ്ചിയും 1 പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയും പിന്നെ ഒരു സവാളിൻ്റെ പകുതി എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രസം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് വന്നപ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുള്ള ആ കൂട്ടുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും ചെറുതായിട്ട് ചൂടാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ളതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക. അതും നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം അത് ചൂടായതിന് ശേഷമാണ് പിന്നെ നമ്മളിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എത്രയാണോ രസം വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ കായാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു കഷ്ണം കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടി ആണെങ്കിൽ അതാണ് നല്ലത്. കായം ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നൊന്ന് തിളക്കണം കേട്ടോ. അപ്പോൾ ഒന്നിങ്ങോട്ട് തിളച്ചതിന് ശേഷം നമ്മളെ രസം ഇതുപോലെ ഇങ്ങോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രസം മതിയിട്ട് നമുക്ക് ചോറ് തിന്നാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു രസമാണ് കേട്ടോ അത്. അപ്പോൾ എന്നും ഞാൻ ഉണ്ടാക്കണ അതുപോലെയല്ല, ഒന്ന് വെറൈറ്റി ആക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു രസം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു രസം മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെയൊക്കെ എല്ലാ കൂട്ടർക്കും അസ്സലാമു അലൈക്കും.